എത്രമാത്രം ബലഹീനനാണ്, എത്രമാത്രം ദുർബലനാണ് മനുഷ്യനെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് വയനാട് നമുക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഒരു രാത്രി പുലർന്നപ്പോൾ ഇല്ലാതായത് എത്രയേറെ ജീവിതങ്ങളാണ്. MS അനീഷ് കുമാർ അവിടെ നിന്നും ചേരുന്നുണ്ട്. വീണ്ടും അനീഷ്, എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് കാണാവുന്നത് ഈ നെഞ്ചുവേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. അത് മറികടക്കാൻ, അതിനെ അതിജീവിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. നമ്മൾക്ക് പിന്നിൽ വലിയൊരു ദൗത്യമുണ്ട്. എങ്കിൽ പോലും നിസ്സഹായ അവസ്ഥയുടെ ഒരു വലിയ പരിച്ഛേദമല്ലേ നമുക്ക് അവിടെ വയനാട്ടിൽ കാണാൻ കഴിയുന്നത്. തീർച്ചയായും എന്തോ ഇപ്പോൾ നമുക്ക് ആശ്വാസം പകരുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതലായി മറുകരയിലേക്ക് എത്തുന്നു എന്നതാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ 3-4 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഈ ചൂരൽമലയുടെ പുഴ താണ്ടി ഇപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു എന്നാണ് അവർ പലരും ഈ മണ്ണിൽ തിരച്ചിൽ നടത്തുന്നു. ഒപ്പം ഈ പാലം നിർമ്മാണത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നു. ഇപ്പോൾ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അത് മാറി വെയിൽ പൂർണ്ണമായി തെളിയുന്നു എന്നതാണ് മറ്റൊരു ആശ്വാസപരമായ കാര്യം. കാരണം ഇന്നലെ ഉച്ചതിരിഞ്ഞ് മുതൽ കനത്ത മഴയാണ് ഈ മേഖലകളിൽ പെയ്തുകൊണ്ടിരുന്നത്. മഴ കനത്താൽ ഈ പുഴയിലൂടെയുള്ള ജലപ്രവാഹം വലിയ തോതിലായാൽ അത് രക്ഷാപ്രവർത്തനങ്ങളെ ആകമാനം ബാധിക്കുന്ന ഒരു സാഹചര്യം, രക്ഷാപ്രവർത്തനങ്ങൾ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം, പ്രത്യേകിച്ചും ഈ പുഴയിലൂടെ മറുവശത്തേക്കുള്ള ആളുകളുടെ പോക്കും യന്ത്രസാമഗ്രികളുടെ അയക്കലും എല്ലാം ബുദ്ധിമുട്ടായി മാറുന്ന സാഹചര്യമാണ് തിരിച്ചടിയായി മാറുന്നത്. പക്ഷേ ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാണ്. ഇനി ഈ മറുകരയിൽ എത്തിച്ചിരിക്കുന്ന യന്ത്രസാമഗ്രികൾ ഈ ഉരുൾപൊട്ടൽ നടന്ന ഇടങ്ങളിലേക്കെല്ലാം വിന്യസിക്കുകയും അവിടെ ഒരു ഡീപ്പ് എക്സ്കവേഷൻ, ആഴത്തിലുള്ള പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുകയും ചെയ്യുമ്പോൾ വീടുകളിലും മറ്റുമൊക്കെ കുരുങ്ങിക്കിടക്കുന്ന ആളുകളെ പരമാവധി പുറത്തേക്ക് എത്തിക്കാൻ കഴിയും എന്ന് നമുക്ക് ആശ്വസിക്കാം. കാരണം ഇന്നലെ സന്നദ്ധ പ്രവർത്തകർ, പോലീസ്, ഫയർഫോഴ്സ്, മറ്റു പട്ടാളം എല്ലാവരും അവിടെയൊക്കെ പോയെങ്കിൽ പോലും ഈ ചെറിയ കട്ടറുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുള്ള ഒരു പ്രവർത്തനം മാത്രമാണ് നടന്നത്. അവിടെ ഈ വലിയ യന്ത്രസാമഗ്രികളില്ലാതെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുരുങ്ങിപ്പോയ ആളുകളെ വലിയ മരക്കഷ്ണങ്ങളും തടികളും വീണ് 1, 2, 3 ആൾ പൊക്കത്തിൽ അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങളിൽ നിന്നും ആളുകളെ പുറത്തെടുക്കുന്നത് അങ്ങേയറ്റം ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു. എന്നാൽ ഈ യന്ത്ര സാമഗ്രികളൊക്കെ ചെല്ലുമ്പോൾ ഇത് വെച്ച് ഈ പരിശോധന നടത്താൻ എളുപ്പമാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് കളക്ടറും മന്ത്രിയുമെല്ലാം പട്ടാളവുമെല്ലാം വ്യക്തമാക്കിയത്. കാരണം അത്തരത്തിലൊരു പരിശോധന നടത്തുമ്പോൾ എവിടെയെങ്കിലും ജീവന്റെ ഒരു കണിക അവശേഷിച്ചാൽ അവരെ സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലയിടത്തും സ്ഥലത്തു നിന്നുള്ള ആളുകളാണ്. നിങ്ങളൊക്കെ എവിടുന്ന് വരുന്ന ആളുകളാണ്? ഞങ്ങൾ മലപ്പുറം ഞങ്ങൾ JCB ഏറ്റ് വന്നതാണ്. പിന്നെ ഗാന്ധി ദർശൻ സംസ്ഥാന പ്രസിഡന്റ് കബീർ മാഷ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. JCB ആയിട്ട് 3-4 വന്നിട്ട് നിങ്ങൾ ഇവിടെ ആളുകൾക്ക് ഭക്ഷണമൊക്കെ അല്ല, അത് ഞങ്ങൾ ഇവിടെ ഒരു സഹകരണമായിട്ട് എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യവും അത് നമ്മളെ നാടല്ലേ, നമ്മളെ നാട്ടിലൊരു ദുരന്തം വന്നാൽ പിന്നെ നമ്മള് നോക്കണ്ടേ. ഞാനും മൂപ്പരെ കൂടെ വന്നാണ്. പിന്നെ രാത്രി ഫുള്ളായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടായിന്. പാലം പണിയോണ്ടും പിന്നെ മിലിറ്ററി കൂടെ ഞങ്ങൾ സഹായം ചെയ്തെടുത്ത് പിന്നെ അവർക്കുള്ള ചായ, ഭക്ഷണം, കാര്യങ്ങൾ നമ്മൾ JCB കാര്യങ്ങളൊക്കെ ഉണ്ട്. JCBയുടെ കാര്യങ്ങളും അതിന്റെ ഒരു ആകുമ്പോഴത്തേക്ക് അത് ചെയ്യും. അതുവരെ മറ്റു കാര്യങ്ങൾ സഹകരിക്കും, ഞങ്ങൾ സഹകരിക്കും. നമ്മളിപ്പോ ഒരു ഇങ്ങനെ സംഭവം നടന്നു. അപ്പൊ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ സഹായിച്ചു കൊടുക്കുക. 1 മിനിറ്റ് പോലും ആരും വെറുതെ നിൽക്കില്ല. എല്ലാവരും പണിയെടുത്തുകൊണ്ട് നമ്മൾ എന്തോ അതാണ് ഈ ചേട്ടന്മാർ ഇവിടെ JCB ഓപ്പറേറ്റർമാരായി എത്തിയ ആളുകളാണ്, JCBയുടെ ഒപ്പം വന്ന ആളുകളാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്നത് ഭക്ഷണ പൊതികളാണ്. ഇത് ഈ ദുരന്ത മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണമൊക്കെ എത്തിച്ചു നൽകി അവർക്ക് ജോലിയില്ലെങ്കിൽ അവർ മറ്റ് കർമ്മങ്ങൾ ഈ ദുരന്തഭൂമിയിലെ ആളുകൾക്ക് കൈത്താങ്ങാവുന്ന കാണാൻ കഴിയുന്നത്. രാത്രിയിലുടനീളം അവരൊക്കെ ഉറങ്ങാതെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം. കൂടുതൽ JCBകൾ ഒരു കരയിലേക്ക് നിന്ന് മറുകരയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വേഗത്തിൽ ഇന്ന് നടക്കും. മറുവശത്ത് നമ്മൾ കാണുന്നതാണ് ബെയിലി പാലത്തിന്റെ നിർമ്മാണം. അത് അവിരാമം, അതായത് ഒരു നിമിഷം പോലും നിർത്തിവെക്കാതെയാണ് ആ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. രാത്രിയിലുടനീളം കരസേനയിലെ ഉദ്യോഗസ്ഥർ അതിനുവേണ്ടി ഈ കർമ്മങ്ങളിൽ വ്യാപൃതരായിരുന്നു.
കരസേനയിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം മറ്റ് സന്നദ്ധ പ്രവർത്തകരായ ആളുകളുമൊക്കെ അതിൽ അവരോട് സഹകരിക്കുന്നുണ്ട്. അവർ സാങ്കേതിക കാര്യങ്ങൾ പറയുമ്പോൾ അവരാവശ്യപ്പെടുന്ന മറ്റു സഹായങ്ങൾ തീർച്ചയായും എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇതേതാണ്ട് ആ കരയിൽ നിന്നും മറുകരയിലേക്ക് തൊട്ടിരിക്കുന്നു. അതായത് ആ ലോകഭാഗങ്ങൾ അല്ലെങ്കിൽ കൂറ്റൻ ഗേഡറുകൾ ഉറപ്പിച്ചിരിക്കുന്നെന്ന് ആണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുക. ഇതിന്റെ മുകളിൽ ഇനിയും പ്ലാറ്റ്ഫോം ഇടുന്ന അടക്കമുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി അവശേഷിക്കുന്നുണ്ട്. എന്തായാലും അത് വൈകുന്നേരം വരെയാണ് സമയം പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും ഒരുപക്ഷെ ഉച്ചയോടുകൂടി അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കഴിഞ്ഞേക്കുമെന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടുകൂടിയുള്ള പ്രവർത്തനം നടക്കുന്നതും ഇവിടെയാണ്. ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ അല്ലെങ്കിൽ ഈ രക്ഷാ പ്രവർത്തനത്തിൽ ഏറ്റവും നിർണായകമായി മാറുന്നതും ഈ പാലത്തിന്റെ നിർമ്മാണമാണ്. നമ്മൾ പാലത്തിന് ഇക്കരെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് കാണാം മറുകരയിലും ഇതേപോലെ തന്നെ ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഈ പാലത്തിന്റെ ഓരോ ഘട്ടത്തിലെയും പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തുന്നതും യന്ത്രസാമഗ്രികൾ ഓരോന്നായി കൊണ്ടുവരുന്നതുമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് ഒരു മധ്യഭാഗം പിന്നിട്ട് പകുതി ഭാഗത്തോളം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മരണം 276 കവിഞ്ഞു. മരണനിരക്ക് ഇനിയും ഉയരാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ കളക്ടർ നമ്മളത് തന്നെയാണ് വ്യക്തമാക്കിയത്. രക്ഷാദൗത്യത്തിൻ്റെ വേഗം അത് ഊർജിതമാക്കുന്നുണ്ട് എങ്കിൽ പോലും മരണനിരക്ക് ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണേണ്ടത്. ഒരുപാട് പേർ ഇനിയും ആ മണ്ണിൻ്റെ അടിയിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ആ യാഥാർത്ഥ്യം നമ്മൾക്ക് ഉൾക്കൊണ്ടേ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ വലിയ ദുരന്തത്തെ എങ്ങനെ നേരിടാൻ കഴിയണമെന്നുള്ളതായിരിക്കണം ഇനി നമുക്ക്. എങ്ങനെ വയനാടിനൊപ്പം നിൽക്കാം, എങ്ങനെ ചൂരൽമലയ്ക്കും മുണ്ടക്കൈക്കും ഒപ്പം നിന്ന് കൈകോർത്ത് നിൽക്കാം, ചേർന്ന് നിൽക്കാം എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള പ്രധാന ആലോചന. സൈന്യത്തിൻ്റെ ബെയിലി പാലം നിർമ്മാണം അത് പുരോഗമിക്കുകയാണ്. ആ പാലം നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാകുന്നു. അതിലെ അവസാന ഘടകങ്ങൾ കൂടി ഇടുന്നതോടുകൂടി കൂടുതൽ JCBകളൊക്കെ ഈ മറുകരയിലേക്ക് എത്തും. ഇപ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതുപോലെ JCBകൾ ഒന്നൊന്നായി എത്തുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് കൂടുതൽ എണ്ണം ആവശ്യമാണ്. കാരണം ഈ പാലം വഴി മാത്രമേ മുകളിലേക്ക് മുണ്ടക്കൈ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയൂ. ആ പുഞ്ചിരിമട്ടത്ത് നിന്ന് വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ നിന്നും താഴേക്ക് ആ ഉരുളൊഴുകിയെത്തിയപ്പോൾ ആർത്തലച്ച് ആ ഉരുളെത്തിയപ്പോൾ ഇല്ലാതായത് വലിയൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ വേണ്ടി വരും. ആ വ്യാപകമായിട്ടുള്ള തെരച്ചിലിന് ഇത്രമാത്രം JCB കൊണ്ട് മതിയാകില്ല എന്നുള്ളതാണ്.